രാവിലെ കൃത്യം 9:20 തന്നെ അന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് നമുക്കറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതല്ലേ? പലർക്കും രാവിലെ ഈ സമയത്ത് ആക്ച്വലി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയാൻ പോലും കഴിയില്ല. കാര്യം ഭയങ്കര വോളറ്റിലിറ്റി ഉള്ള സമയമായിരിക്കും ആദ്യത്തെ 5 മിനിറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റ് 9:15 ഓപ്പൺ ചെയ്തിട്ട് 9:20 വരെയുള്ള ടൈം. എന്നാൽ രാവിലെ 5 മിനിറ്റ് വെറും 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കൊണ്ട് മാർക്കറ്റ് ഇന്ന് എവിടം വരെ സഞ്ചരിക്കുമെന്നും എവിടുന്ന് റിവേഴ്സലാവും എന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിയും. പലർക്കും തോന്നാം ഇത് സാധ്യമാവില്ല എന്ന്. കാരണം മാർക്കറ്റിൽ എപ്പോഴും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആൽഗോരിതംസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിമിഷങ്ങൾ കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് സാധ്യമല്ല എന്ന് നമുക്ക് പലർക്കും തോന്നാം. എന്നാൽ ദ പൈ കാൽക്കുലേഷൻ മാർക്കറ്റിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് വ്യൂ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, മാർക്കറ്റ് വ്യൂ മലയാളം ചാനലിലൂടെ ദ പൈ കാൽക്കുലേഷൻ നമുക്ക് പഠിക്കാം. പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കമൻറ്റായും ലൈക്കായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് തുടങ്ങാം. നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ആദ്യം കേൾക്കുമ്പോൾ ഇത് അവിശ്വസനീയമായി തോന്നാം. രാവിലത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ കൊണ്ട് എങ്ങനെയാണ് ഒരു 6.5 മണിക്കൂർ നീളമുള്ള മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത്? എന്നാൽ ഇത് സാധ്യമാണ്. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ്, വലിയ വലിയ ബാങ്കുകൾ പോലെയുള്ളവർ, നമ്മളെപ്പോലെ ഇമോഷൻസിലല്ല അവർ ട്രേഡ് ചെയ്യുന്നത്. അവർക്ക് വ്യക്തമായ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റുകളും ഉണ്ടായിരിക്കും. അവർ പൂർണ്ണമായും മാക്സും അൽഗോരിതംസും ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാർക്കറ്റിൽ ഫിയറോ അത്യാഗ്രഹങ്ങളോ അങ്ങനെയുള്ള ഒരു വികാരങ്ങളുമില്ല. അവർക്ക് കൃത്യമായ എൻട്രി പോയിന്റുകളും എക്സിറ്റ് പോയിന്റുകളുമുണ്ട്. ആൽഗോരിതംസ് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടിൽ നിന്നും ഒരു എക്സിറ്റ് പോയിന്റിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഈ 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ രഹസ്യം മനസ്സിലാവും. മാർക്കറ്റിനെ പൈ കാൽക്കുലേഷൻ കൊണ്ട് നമുക്ക് എങ്ങനെ അളക്കാം എന്ന് വിശദമായി പഠിക്കാം. PDHL. എന്താണ് PDHL? പ്രീവിയസ് ഡേ ഹൈ, ലോ, ക്ലോസ്. ഇന്നത്തെ 5 മിനിറ്റ് ക്യാൻഡിലേക്ക് നോക്കുന്നതിന് മുമ്പായി തന്നെ പ്രീവിയസ് ഡേ ഹൈ, ലോ, ക്ലോസ് എന്നിവ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. നമ്മൾ എന്തിനാണ് ഇന്നത്തെ റേഞ്ച് അളക്കാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ഡേ ഹൈ, ലോ മാർക്ക് ചെയ്യേണ്ട കാര്യം എന്നറിയോ? അതൊരു പൂർണ്ണമാവാത്ത കഥ പോലെയാണ്. ഇന്നലത്തെ കഥയുടെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ കഥ. ഉദാഹരണത്തിന്, ഇന്നലത്തെ മാർക്കറ്റിൽ ചിലർ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ ചില പൊസിഷൻസ്. ആ പൊസിഷൻസ് അവർ ഇന്നത്തെ 5 മിനിറ്റിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് രാവിലത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഇന്നലത്തെ ആ ലെവലുകൾ അതൊരു കാന്തം പോലെ വർക്ക് ചെയ്യുന്നതായി കാണാം. പ്രീവിയസ് ഡേ ഹൈ, ലോ മാർക്ക് ചെയ്യുക എന്നാൽ നമ്മളൊരു ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ അതിർത്തികൾ മാർക്ക് ചെയ്യുന്നത് പോലെയാണ്. നമുക്ക് കളിക്കാൻ വ്യക്തമായ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു യുദ്ധഭൂമി പോലെ. പ്രീവിയസ് ഡേ ഹൈ എന്നാൽ അവിടെ നിന്നും മുകളിലേക്ക് പോകാൻ കഴിയാതെ സെല്ലേഴ്സ് താഴേക്ക് കൊണ്ടുവന്ന ഒരു ഏരിയയാണ് പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതിലും വലിയൊരു വോളിയം ഇന്നുണ്ടായിരിക്കണം. അതായത് സൈന്യം ശക്തമായിരിക്കണം. ഈ ഏരിയകൾ മാർക്കറ്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ആദ്യത്തെ 5 മിനിറ്റിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഈ ഏരിയകൾക്ക് നമ്മൾ വില കൽപ്പിച്ചില്ലെങ്കിൽ ഉറപ്പായും മാർക്കറ്റ് നമുക്കും ഒരു വിലയും കൽപ്പിക്കില്ല. പ്രീവിയസ് ഡേ ഹൈ, ലോ എന്നാൽ ശത്രുക്കൾ അവസാനമായി തമ്പടിച്ചിരുന്ന ഒരു സ്ഥലം. ഈ ഏരിയകൾ എങ്ങനെ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പ്രീവിയസ് ഡേ ഹൈയും ലോയും ലിക്വിഡിറ്റി പൂളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഏരിയകൾ നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിച്ചതിന് ശേഷം ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതനുസരിച്ച് അന്നത്തെ ദിവസം മാർക്കറ്റ് എവിടെ വരെ മൂവ് ചെയ്യാൻ കഴിയും എന്നതാണ് നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളത്. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് മാർക്കറ്റിൻ്റെ റേഞ്ച് അളക്കുന്ന ആ രഹസ്യ താക്കോലായ പൈ കാൽക്കുലേഷൻ. ഇതാണ് ആ നമ്പർ 3.14. ഈ നമ്പറാണ് മാർക്കറ്റിൻ്റെ ഒരു റേഞ്ച് എത്രത്തോളം ഉണ്ടെന്ന് നമ്മളെ അളക്കാൻ സഹായിക്കുന്നത്. ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ റേഞ്ചിനെ 3.14 കൊണ്ട് ഗുണിക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യയാണ് നമ്മളുടെ പ്രൊജക്റ്റഡ് ടാർഗറ്റ്. പ്രൊജക്റ്റഡ് ടാർഗറ്റിനെ 2 ഭാഗിക്കുമ്പോൾ ഒരു മിഡ് റേഞ്ച് ലഭിക്കുന്നു. ഈ മിഡ് റേഞ്ച് ആണ് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ്. പ്രൊജക്റ്റഡ് ടാർഗറ്റിൻ്റെ 50% ആയിരിക്കും ഈ മിഡ് റേഞ്ച് ലെവൽ. ഈ മിഡ് റേഞ്ച് ലെവലിലേക്ക് മാർക്കറ്റ് വളരെ വേഗം ഫാസ്റ്റായി മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമായി 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ റേഞ്ച് അളക്കുക. അതിനെ 3.14 കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം
ഭാഗം 2 ആക്കിയിട്ട് അതിൻ്റെ മിഡ് റേഞ്ച് കണ്ടെത്തുക. ഈ മിഡ് റേഞ്ച് എന്നുള്ളത് ഭാഗം 2 കൊണ്ട് ഹരിച്ചതിനെ ഫസ്റ്റ് ടാർഗറ്റായും ഫസ്റ്റ് റേഞ്ചിനെ സെക്കൻഡ് ടാർഗറ്റായും വെക്കുക. ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കിത് എങ്ങനെ വർക്ക് ആവുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രീവിയസ് ഡേ ഹൈ ലോ മാർക്ക് ചെയ്യുക. ഓക്കെ, ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്യുക, ക്ലോസും മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 5 മിനിറ്റ് ക്യാൻഡിലിൽ ഇന്നത്തെ ക്യാൻഡിലിൻ്റെ ഓപ്പൺ, ഫസ്റ്റ് ഡേ ക്യാൻഡിലിൻ്റെ ഓപ്പൺ, ഇപ്പോൾ ലൈവ് മാർക്കറ്റാണ്, ഇതിലെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ ഹൈ ടു ലോ, 5 മിനിറ്റ് ക്യാൻഡിലിന് ശേഷം അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഈ സ്കെയിൽ ടൂൾ ഉപയോഗിക്കുക. സ്കെയിൽ ടൂൾ ഉപയോഗിച്ചിട്ട് 5 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ നിന്നും ലോ വരെ ടോട്ടൽ 283 പോയിൻ്റാണ് ഈ 5 മിനിറ്റിൽ മൂവ് ചെയ്തിരിക്കുന്നത്. ഇത് 5 മിനിറ്റിൽ മൂവ് ചെയ്തപ്പോൾ തന്നെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ 283 പോയിൻ്റ്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാം. 283 പോയിൻ്റ് ഇൻറ്റു 3.14, 888 പോയിൻ്റ്, 889 പോയിൻ്റായിട്ട് നോക്കാം. അപ്പോൾ 889 പോയിൻ്റാണ് ഇന്നത്തെ ടോട്ടൽ മൂവ്മെൻ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഇത്രയും 890 വന്നിട്ടുണ്ട്. ഓക്കെ, 889 പോയിൻ്റ് ഇന്നത്തെ മൂവ്മെൻ്റായിട്ട് നമുക്ക് രാവിലത്തെ 5 മിനിറ്റ് ക്യാൻഡിലിൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഇതിൽ നിന്നും ഭാഗം 2 ഇതിൻ്റെ മിഡ് റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 444 പോയിൻ്റ്. ഇതിൻ്റെ മിഡ് റേഞ്ച് നമ്മൾ മാർക്ക് ചെയ്താൽ ഡൗൺ സൈഡിൽ നിന്നും 444 പോയിൻ്റ് എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, യെസ്റ്റർഡേ ഹൈ ഓൾറെഡി ലിക്വിഡിറ്റി ഉള്ള ഒരു ഏരിയ മാർക്കറ്റ് മോർണിംഗിൽ തന്നെ ആ ഒരു ഏരിയ കവർ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിന്നും മുകളിലേക്ക് ഫുൾ ടാർഗറ്റിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്ര ടൈം ഇവിടെ ഹോൾഡ് ചെയ്യില്ല. കാര്യം ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ 4 ക്യാൻഡിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ടോപ്പിലേക്ക് പോകാനാണെങ്കിൽ നെക്സ്റ്റ് 4 ക്യാൻഡിൽ അല്ലെങ്കിൽ 8 ക്യാൻഡിൽ, നെക്സ്റ്റ് 4 അല്ലെങ്കിൽ 8 ക്യാൻഡിലിന് മുകളിൽ ഇവിടെ സസ്റ്റെയിൻ ചെയ്യില്ല. അടുത്ത മൊമെൻറ്റം ഈ ഒരു ഏരിയയിൽ നിന്നും അടുത്ത ഫർദർ മൊമെൻറ്റം ആരംഭിക്കും. ഇതിന് മുകളിലോട്ടുള്ള ഈ ബാക്കി 400 സംതിങ് പോയിൻ്റ് മാർക്കറ്റ് മൂവ് ചെയ്ത് പോകും. കാര്യം ഇവിടെ ലിക്വിഡിറ്റി ഓൾറെഡി യെസ്റ്റർഡേ ലിക്വിഡിറ്റിയും ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പും മാർക്കറ്റ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഏരിയകളിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ചിലർ ട്രെൻഡ് ലൈൻ നോക്കാറുണ്ട്, ട്രെൻഡ് ലൈൻ ബ്രേക്ക് നോക്കുന്നവരുണ്ട്, ക്യാൻഡൽസ്റ്റിക് പാറ്റേൺസ് നോക്കുന്നവരുണ്ട്. നിങ്ങളുടെ നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സ്ട്രാറ്റജി ആണോ ആ സ്ട്രാറ്റജി അവിടെ അപ്ലൈ ചെയ്യുക. കാര്യം ഇതൊരു റിവേഴ്സൽ ഏരിയ ആണെന്ന് ഓൾറെഡി നമുക്കവിടെ മനസ്സിലായി. അത് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് റേഞ്ച്, ആ ഫസ്റ്റ് റേഞ്ച് താഴത്തേക്കുള്ള മൊമെൻറ്റം എവിടം വരെ ആയിരിക്കും കിട്ടുക. ഇതിൻ്റെ ടോപ്പിൽ നിന്നും 144 പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഇതാണ് ഫസ്റ്റ് റേഞ്ച്. ആ റിവേഴ്സലിൽ നിന്നും ഫസ്റ്റ് റേഞ്ച് നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് നമുക്ക് എവിടേക്കായിരിക്കും വരിക, അടുത്ത റേഞ്ച്. ഇത് കറക്റ്റ് 50% നമ്മുടെ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, അത് നല്ലപോലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് പ്രീവിയസ് ഡേ ലോ, ഇവിടെയുള്ള ലിക്വിഡിറ്റി എടുക്കാനായിട്ട് മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ഏരിയയിലേക്ക് വരും. ഈ ഏരിയ ബ്രേക്ക് ചെയ്താൽ, കാര്യം ഇത് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഓൾറെഡി അച്ചീവ് ആയി. 2 ടാർഗറ്റും ഇവിടെ അച്ചീവ് ആയിട്ടുണ്ട്. 144 എന്ന് പറയുന്നത് സെക്കൻഡ് ടാർഗറ്റാണ് ഫസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് മാർക്കറ്റ് ഈ 50 റേഞ്ചുകളിൽ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം 800 പോയിൻ്റ് അല്ലെങ്കിൽ 750 പോയിൻറ്റിന് മുകളിലോട്ടുള്ള ടാർഗറ്റുകൾ ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഒറ്റയടിക്ക് അച്ചീവ് ചെയ്യണമെന്നില്ല. അത് 50% വന്നിട്ട് മാർക്കറ്റ് അവിടെ കൺസോൾഡേറ്റ് ചെയ്യുകയും അതിൻ്റെ ഓപ്പോസിറ്റ് ലിക്വിഡിറ്റിയിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്യും. അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇന്നത്തെ മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ നമ്മളിവിടെ കണ്ടത്. 144 പോയിൻ്റ്. ഇനി ഈ ഒരു ഏരിയയിൽ നിന്നും എങ്ങനെ മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് അറിയണമെന്നെങ്കിൽ നിങ്ങളുടെ ഓൺ സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുക. മാർക്കറ്റ് ഈ യെസ്റ്റർഡേയിലെ
ക്ലോസ് എന്നുള്ളൊരു സംഭവം ഇവിടെ പെൻഡിങ് ആണ്. ചിലപ്പോൾ മാർക്കറ്റ് ഇത്രയും ഈ മൂവ്മെൻറ്റ് ഈ ഫുൾ ആയിട്ടുള്ള ഈ മൂവ്മെൻറ്റ് 888 പോയിൻ്റ് മൂവ്മെൻറ്റ് ചെയ്ത മൊമെൻ്റം ഉണ്ടെങ്കിൽ അവിടെ നിന്നും 888 പോയിൻ്റ് കറക്റ്റായിട്ട് നമ്മളുടെ ആ ഏരിയ കണ്ടില്ലേ, തലേ ദിവസത്തെ ലിക്വിഡിറ്റി ഏരിയ ആയിട്ടുള്ള ഈ ഏരിയ ടാർഗറ്റ് ചെയ്താൽ ഇതിൻ്റെ ടോപ്പിൽ നിന്നും കറക്റ്റ് 888 പോയിൻ്റ് മൂവ് ചെയ്തിട്ട് ഇവിടെ വന്ന് ഈ രണ്ട് ലിക്വിഡിറ്റീസും മാർക്കറ്റിൽ നിന്ന് ഔട്ടാക്കും. ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ദിവസത്തെ റേഞ്ച്. രാവിലത്തെ 5 മിനിറ്റിൽ നിന്ന് നമുക്ക് 888 പോയിൻ്റ് കിട്ടിയത്. ഇതാണ് ഫുൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരു ദിവസം രാവിലെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മിഡ് റേഞ്ചിലേക്കുള്ള ഈ 5 മിനിറ്റ് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ നിന്നും തന്നെ അടുത്ത ക്യാൻഡിൽ നമുക്ക് ഇത് നല്ല വോളിയത്തിൽ ബ്രേക്ക് ചെയ്തതുകൊണ്ട് 5 മിനിറ്റ് ക്യാൻഡിൽ നിന്നും അടുത്ത റേഞ്ച് നമുക്ക് ഇവിടെ രാവിലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഈ റേഞ്ചിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണല്ലോ. 50% ഈ 50% ഈ 50%ലേക്ക് എത്ര പോയിൻ്റ് ഉണ്ട്? 150 പോയിൻ്റ് ഉണ്ട്. ഓപ്ഷനകത്ത് എങ്ങനെ പോയാലും ഒരു 60, 70, 80 പോയിൻറ്റിൻ്റെ മൊമെൻറ്റ് നമുക്ക് ഈ നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ കിട്ടും. ഈ 5 മിനിറ്റ് ക്യാൻഡിലിൽ അടുത്ത 3 ക്യാൻഡിലിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മൾക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു ഡേറ്റ് റാൻഡമായിട്ട് എടുക്കാം. ഈ ഒരു ഡേറ്റ് എടുക്കാം, ജൂൺ 30. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോ ക്ലോസ് ചെയ്തു, ലോ മാർക്ക് ചെയ്തു, ഹൈയും മാർക്ക് ചെയ്തു. ജൂൺ 30. ഓക്കെ, 5 മിനിറ്റിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ജൂൺ 31 തീയതിത്തെ ക്യാൻഡിൽ അല്ല, ജൂലൈ 1 തീയതിത്തെ ക്യാൻഡിൽ. ജൂലൈ 1 തീയതിത്തെ ക്യാൻഡിലിൽ പ്രൈസ് റേഞ്ച് എത്രയാണ്? 43 പോയിൻ്റ്. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. 43 3.14 135 ടോട്ടൽ റേഞ്ച്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇന്നത്തെ ദിവസം മൂവ്മെൻറ്റ് 135 പോയിൻ്റാണ് മാക്സിമം ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ആ റേഞ്ചിൽ നിന്ന് 135 പോയിൻ്റ്. ഓക്കെ, എക്സാക്ട്ലി 135 പോയിൻ്റ് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്ന് ഓവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് റിവേഴ്സലാണെങ്കിൽ അവിടുന്ന് ഈ ടോപ്പിൽ നിന്ന്, അപ്പോൾ ഈ മാർക്കറ്റിൽ ഉണ്ടാക്കിയ ടോപ്പിൽ നിന്ന് വേണം നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ. 135 പോയിൻ്റ് ഡൗൺ സൈഡിലേക്ക്. പോയിൻ്റ് ഡൗണിലേക്കും 135 പോയിൻ്റ് മുകളിലേക്കും നമ്മളവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ട് അന്നത്തെ റേഞ്ച് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ഇത്രയും ക്യാൻഡിൽസ് ഇല്ല എന്ന് വെച്ചോ, ഇത്രയും ക്യാൻഡിൽസ് ഇല്ല. ഈ രാവിലത്തെ ഫസ്റ്റ് 5 മിനിറ്റ് ഈ ഒരു ക്യാൻഡിലേ നമുക്കുള്ളൂ. ഈ ഒരു 5 മിനിറ്റ് ക്യാൻഡിലേ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആ ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു റേഞ്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അന്നത്തെ മാക്സിമം മൂവ്മെൻറ്റ് ഇത്ര ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടുന്ന് റിവേഴ്സലാണെങ്കിലും അതേപോലെ തന്നെ 135 പോയിൻ്റ് എവിടെ നിന്നാണോ ഹൈ ഉണ്ടാക്കുന്നത് അവിടെ നിന്നും 135 പോയിൻ്റ് ഇതായിരിക്കും ലോ വരിക എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾറെഡി ഇവിടെ മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്തു നെക്സ്റ്റ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയയിലേക്ക് നമുക്ക് ആ ഒരു ടാർഗറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു FVG ഉണ്ട്, ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അവിടെ വന്ന് ടച്ച് ചെയ്യാനുള്ള ഒരു കാര്യം, ഒരു സാധ്യത അവിടെ ഉണ്ടെന്ന് നിലനിർത്തി നമുക്ക് മനസ്സിലാക്കുമ്പോൾ തന്നെ ഈ ഒരു ഏരിയയിൽ നിങ്ങളുടേതായിട്ടുള്ള ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയോ ക്യാൻഡൽസ്റ്റിക് പാറ്റേൺ സ്ട്രാറ്റജിയോ അങ്ങനെ അല്ലെങ്കിൽ ഹൈ ബ്രേക്ക് സ്ട്രാറ്റജിയോ 15 മിനിറ്റ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന സ്ട്രാറ്റജി എന്തായാലും നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ എവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം, എവിടെ മുതൽ എവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം എന്ന് നമുക്ക് രാവിലത്തെ 5 മിനിറ്റിൽ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു മൊമെൻറ്റം നമുക്ക് കിട്ടി. അതല്ല ഈ 5 മിനിറ്റ് ക്യാൻഡിൽ കുറച്ച് വലിയ ക്യാൻഡിലായിരുന്നു എന്ന് വെച്ചോ, എന്നാൽ നമുക്ക് കിട്ടുന്ന ഡൗൺ സൈഡാണ്. ഇവിടുന്ന് റിവേഴ്സലായി ഇവിടുന്ന് വീണ്ടും ലോവർ ലോ ഫോർമേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡേ ലോ ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് എവിടെ നിന്നാണോ മാർക്കറ്റ് റിവേഴ്സൽ ആവുന്ന ആ ഏരിയയിൽ നിന്ന് 135 പോയിൻ്റ് നമുക്ക് അവിടത്തേക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. രണ്ട് സൈഡിലേക്ക് നമുക്ക് ടാർഗറ്റ് ഉണ്ട്. അതാണ് ഈ കാൽക്കുലേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ 135 എന്നുള്ളതിനെ ഭാഗം 2 നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 67 പോയിൻ്റാണ്. എന്തുകൊണ്ട് ഈ 50% മാർക്കറ്റിൽ മാക്സിമം അപ്ലൈബിൾ ആവുന്നു എന്നുള്ളത് വെച്ചാൽ ഇതിപ്പോൾ അത്ര വലിയൊരു ടാർഗറ്റ് അല്ല ഇന്നത്തെ ദിവസം. 135 പോയിൻ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ദിവസം മൂവ് ചെയ്യാൻ കഴിയുന്ന ടാർഗറ്റാണ്. സെയിം ടൈമിൽ നമുക്ക് ഇത് 135 പകരം ഒരു 300 പോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ
മാർക്കറ്റ് അല്ല ഒരു 500 പോയിന്റ് 600 പോയിന്റ് അങ്ങനെയുള്ള വലിയ പോയിന്റുകളിലേക്കാണ് 5 മിനിറ്റ് ക്യാൻഡിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നിഫ്റ്റി ആ ഒരു ഫുൾ റേഞ്ച് അച്ചീവ് ചെയ്യണമെന്നില്ല. പ്രത്യേകിച്ച് ഒരു ലിക്വിഡിറ്റി ഒക്കെ സ്വീപ്പ് ചെയ്ത് നിൽക്കുന്ന സമയം ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റും കൂടി ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ചിലപ്പോൾ വലിയ ക്യാൻഡിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഒറ്റ ദിവസം ആ ഒരു ഫുൾ ടാർഗറ്റിലേക്ക് നിഫ്റ്റിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 50% എന്നുള്ള റേഞ്ച് അത് പലപ്പോഴും അച്ചീവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 67 പോയിന്റ് മാർക്കറ്റിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പല റേഞ്ചുകളിലും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. 68 പോയിന്റ്. ഓക്കെ ആ ഒരു പോയിന്റ് വന്നിട്ട് അവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്തു, വീണ്ടും അവിടെ നിന്ന് വീണ്ടും 68 പോയിന്റ് നമ്മളെ ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അതേപോലെ മുകളിലേക്ക് ചെറുതായിട്ട് അപ്പ് ചെയ്തു. അപ്പോൾ എവിടെ നിന്നാണോ റിവേഴ്സൽ ആവുന്നത് അവിടെ നിന്ന് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. 68 പോയിന്റ് വീണ്ടും അച്ചീവ് ചെയ്തു. ഇത് 50% എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാകുന്നത് കറക്റ്റ് 50% നിന്ന് ആയിരിക്കത്തില്ല. 75 to 80% എപ്പോഴും മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാകും. അതാണ് ഈ ഒരു താഴേക്കുള്ള ചെറിയൊരു വിക്ക് പോയേക്കുന്നത്. അത് തന്നെയാണ് ഈ മുകളിലേക്കുള്ള വിക്കും പോയേക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നമ്മളെടുക്കുന്ന 50%-ൻ്റെ ആണ്. ഇത് നമ്മളുടെ സേഫ് എക്സിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി ഈ ഒരു ഫസ്റ്റ് പ്രഡിക്ഷൻ മാത്രം നമ്മൾ മാർക്ക് ചെയ്തിടുക. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നത്തെ മാർക്കറ്റ് റേഞ്ച് നമുക്കറിയാൻ എന്നുള്ളത് മാത്രമാണ്. അടുത്ത വേറൊരു ദിവസം നോക്കാം. ഒരു ഡൗൺ ട്രെൻഡ് ഏതെങ്കിലും നോക്കാം. വലിയൊരു മൊമെൻ്റ് ഇല്ലാത്തൊരു ദിവസം വർക്ക് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. രണ്ട് സൈഡിലേക്കും പോയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 18th ആണ്. 18th ഇതെടുക്കാം, ചാർട്ട് എടുക്കാം. എവിടെയാണ് 18th? 18th ഈ ക്യാൻഡിൽ മാർക്ക് ചെയ്യാം. ആ ക്യാൻഡിലിൻ്റെ ഡേ ഹൈ ഡേ ലോയും മാർക്ക് ചെയ്തു. 19th ചാർട്ടാണ് നമുക്ക് നോക്കേണ്ടത്. 19th ചാർട്ട് എടുക്കാം. അപ്പോൾ ഡേ ലോയുടെ താഴെ മാർക്കറ്റ് അന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഓൾറെഡി ലിക്വിഡിറ്റി ഇവിടുന്ന് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. യെസ്റ്റർഡേ ലിക്വിഡിറ്റി ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് തന്നെ. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ എടുത്ത് നമുക്ക് അതിൻ്റെ റേഞ്ച് ഒന്ന് നോക്കാം. ഓൾമോസ്റ്റ് 58 പോയിന്റ്. 58 പോയിന്റ് ഇൻറ്റു 3.14. ടോട്ടൽ മൂവ്മെൻറ്റ് 182 പോയിൻറ്റ്സ് ആണ്. ഡിവൈഡഡ് ബൈ 2. 91 പോയിൻ്റ് ആണ് മൊമെൻറ്റ്. ആ 91 പോയിൻ്റ് നമ്മൾ ടോപ്പിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്യുന്നു. റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ ആ ടോപ്പിൽ നിന്നും താഴേക്ക് 91 പോയിൻ്റ് എക്സാക്ട്ലി അവിടെ വന്നിട്ട് ടച്ച് ചെയ്തു. അവിടെ നിന്ന് എന്തായി? മാർക്കറ്റ് റിവേഴ്സലായി. ആ 91 പോയിൻ്റ് നമ്മൾ ടാർഗറ്റ് അവിടെ കറക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നെ ബാക്കി ഒരു 25% ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ. ആ ഒരു മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നോക്കണ്ട. നമ്മൾ സേഫ് എക്സിറ്റ് കറക്റ്റ് 50%-ൽ ആ സൈഡ് വൈസ് മാർക്കറ്റിൽ പോലും അത് വർക്കായിട്ടുണ്ട്. വേറെ ഒരു ദിവസം കൂടി ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ജൂൺ 11-ൻ്റെ ഏതെങ്കിലും ഒരു ഇതെടുക്കാം. യെസ്, ഈ ഒരു ക്യാൻഡിൽ എടുക്കാം. ഒരു ഡോജി ക്യാൻഡിൽ അതിൽ വർക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. അത് ഡേറ്റ് ജൂൺ 10. അതവിടെ മാർക്ക് ചെയ്യാം. ഹൈയും മാർക്ക് ചെയ്യാം, ലോയും മാർക്ക് ചെയ്യാം. അതിനുശേഷം ജൂൺ 10. അപ്പോൾ ജൂൺ 11 എടുക്കണം. ജൂൺ 11-ാം തീയതി മോർണിംഗിൽ 5 മിനിറ്റ് 9:15 ക്യാൻഡിൽ ഇതാണ്. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ഹൈ ടു ലോ 214 പോയിൻറ്റിൻ്റെ മൊമെൻ്റാണ് അവിടെ നടന്നിരിക്കുന്നത്. $672 പോയിൻറ്റ് 336 പോയിൻറ്റ് ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 336 പോയിൻറ്റ് അത് നമുക്കവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. ഡൗൺ ടു ഹൈ 336 പോയിൻറ്റ്. യെസ്, ഫസ്റ്റ് ക്യാൻഡിലിന് ടോപ്പിലേക്ക് 336 പോയിൻ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് നമ്മളുടെ ഫസ്റ്റ് ടാർഗറ്റ്.
അവിടെ നിന്നും മുകളിലേക്ക് സെക്കൻഡ് ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ടാവും. 75% പോയി കാണാനും വഴിയുണ്ട്. അവിടെ നിന്ന് സെക്കൻഡ് ടാർഗറ്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? ടോട്ടൽ 672 പോയിൻ്റാണ് മൂവ് ചെയ്യാനുള്ള ടോട്ടൽ സ്പേസ്. 672 പോയിൻ്റ്. 672 പോയിൻ്റ്. ഓക്കെ. ഈ ഒരു ഏരിയയിൽ കറക്റ്റ് ഇന്നത്തെ ഡൗൺ സൈഡ് വെച്ച് നോക്കിയാൽ 672 പോയിൻ്റ് എന്ന് പറയുന്നത് തലേ ദിവസത്തെ ക്യാൻഡലിൻ്റെ ഹൈ ആണ്. അതെന്താണ്? ഉറപ്പായിട്ടും ലിക്വിഡിറ്റി പൂളാണ്. ഈ ലിക്വിഡിറ്റി പൂള് നമ്മൾ എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് മൂവ്മെൻറ്റ് കിട്ടുമെന്നറിയാം. ഇവിടുന്ന് വന്നു, ഇവിടുത്തെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തു. ഇവിടുത്തെ നമ്മളെ സ്ട്രാറ്റജി സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു റേഞ്ച് ആദ്യമേ കിട്ടുന്നുണ്ട്. ആ റേഞ്ചിലേക്കുള്ള ട്രേഡിങ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ. ആ ഒരു ഏരിയയിലേക്ക് 1:3 എന്നുള്ള ഒരു ഇത്രയും വേണ്ട, ഇത്രയും നിങ്ങൾക്ക് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ താഴത്തേക്ക് വെച്ചിട്ട് ഇത്രയും നിങ്ങൾക്ക് ടാർഗറ്റിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. ആ രീതിയിൽ ചെയ്യാം. അതേപോലെ അവിടെ നിന്നുള്ള റിവേഴ്സലും എത്ര പോയിൻ്റാണ്? ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടുള്ള 335 പോയിൻ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഈ ഒരു ഏരിയ എന്നാണെങ്കിൽ ഇവിടുന്ന് ടോപ്പിൽ നിന്ന് വന്നിട്ട് 335 പോയിൻ്റ്, എക്സാക്ട്ലി 335 പോയിൻ്റ് അവിടെ നിന്ന് ഡൗൺ വന്നിട്ടുണ്ട്. ഈ തരത്തിൽ നിങ്ങൾക്ക് ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ കഴിയും. രാവിലത്തെ 5 മിനിറ്റിൽ തന്നെ ഈ തരത്തിൽ റേഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ്സ് പ്ലാൻ ചെയ്യാൻ കഴിയും. ഓക്കെ. ഈ റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകളിൽ അല്ലെങ്കിൽ പോലും ഈ ഒരു മൊമെൻറ്റം കുറച്ച് ആ മൂവ് ചെയ്യും എന്നുള്ള കാര്യം ഷുവറാണ്. പക്ഷേ ഈ ലെവലുകൾ പ്രീവിയസ് ഡേ ഹൈ ലോ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുമ്പോഴുള്ള ഗുണം, നമ്മളുടെ ടാർഗറ്റും ഈ ലെവൽസും ഒരുമിച്ച് വന്നാൽ അത് ഹൈ പ്രോബബിലിറ്റിയാണ്. അവിടെ നിന്ന് റിവേഴ്സലിനോ അല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫർദർ മൊമെൻറ്റത്തിനോ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ ഇപ്പോൾ നമുക്ക് ഒരു മൊമെൻറ്റം ലഭിക്കുന്നു എന്ന് വെച്ചോ, നമുക്ക് നേരം വിളക്കുമ്പോൾ ഒരു 5 മിനിറ്റിൽ നമ്മളുടെ ഹൈ ഇവിടെയാണ്, നമുക്ക് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിൻ്റെ ക്ലോസിങ് ലഭിച്ചത് ഇവിടെയാണ്. അപ്പോൾ ചെറിയൊരു മൊമെൻറ്റവും നമുക്ക് വലിയ സ്റ്റോപ്പ് ലോസും വരുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഈ ഒരു ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഇവിടെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് 50% ടാർഗറ്റ് അച്ചീവ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീടെസ്റ്റിൽ അടുത്ത 100%ലേക്ക് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാൻ കഴിയും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കൺസൾട്ടേഷൻ ശേഷം ഒരു ബ്രേക്ക് ഡൗൺ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ഡൗണിൽ നമുക്കൊരു എൻട്രി എടുക്കുകയും ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊമെൻറ്റം അവിടെ നിന്ന് റിവേഴ്സലായി കിട്ടുകയും ചെയ്യും. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും നമ്മൾ മാക്സിമം മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് സ്ട്രാറ്റജിയിൽ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ ഉള്ള ഗുണം. നിങ്ങളുടെ പ്ലാൻ എന്താണോ അത് ഈ റിവേഴ്സൽ വരുന്ന ഏരിയകൾ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. റിവേഴ്സൽ ആണോ ബ്രേക്കൗട്ട് ആണോ എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്ന് വെച്ചാൽ അത് അവിടെ എക്സിക്യൂട്ട് ചെയ്യുക. സ്ട്രാറ്റജിയേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജി. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് പലതവണ ചാർട്ടുകളിൽ അപ്ലൈ ചെയ്ത് നോക്കുക. പല ദിവസങ്ങളിലെ ചാർട്ടുകളിൽ അപ്ലൈ ചെയ്യുക, ലൈവ് മാർക്കറ്റുകളിൽ അപ്ലൈ ചെയ്യുക. ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മനസ്സിലാവുക. കഴിഞ്ഞു പോയ ചാർട്ടുകളിൽ നിങ്ങൾക്ക് നോയ്സുകൾ ഫീൽ ചെയ്തേക്കാം. ലൈവ് മാർക്കറ്റിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഇത് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. 1-2 ദിവസമല്ല, 100 തവണ പല ചാർട്ടുകൾ പല കമ്പനികളുടെ ചാർട്ടുകളിൽ നിങ്ങളിത് അപ്ലൈ ചെയ്യുക. എന്നിട്ട് പേടിക്കാതെ ലെവലുകളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ട്രേഡുകൾ ചെയ്യുക. എന്നിട്ട് ചെറിയ എമൗണ്ടിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് ഒരു ലെവൽ എത്തി, നമുക്ക് ആദ്യമേ രാവിലെ 5 മിനിറ്റിൽ തന്നെ ഒരു ലെവൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ലെവലിൽ എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കുക. ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തെടുക്കുക. പ്രാക്ടീസ് ചെയ്യാതെ ഇതൊന്നും നടക്കില്ല. ട്രേഡിങ്ങിൽ 100% സക്സസ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയുമില്ല. ഒരു 60% 55% വിന്നിങ് പെർസെൻറ്റേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ തന്നെ നല്ല റിസ്ക് റിവാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നിലനിൽക്കാൻ കഴിയും. അത്തരത്തിൽ 100 കണക്കിനല്ല 1000 തവണ എത്രയോ തവണ ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ. അതാണ് അച്ചടക്കമുള്ള ഒരു ട്രേഡിങ്.